രാധേ രാധേ, ഗുഡ് മോർണിംഗ്. എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട്, സാറേ കൃഷ്ണനും ക്രിസ്തുവും അള്ളാഹുവും ഒന്നാണോ? അതിന്റെ പൊരുൾ എന്താണ്? ഞാൻ പറഞ്ഞു, കൃഷ്ണനും ക്രിസ്തുവും അള്ളാഹുവും മാത്രമല്ല, ഈ പ്രപഞ്ചത്തിലുള്ള സകല ദൈവങ്ങളും ഒന്ന് തന്നെയാണ്. ദൈവം എന്ന് പറഞ്ഞാൽ അസാധാരണമായ ഒരു ഊർജമാണ്, അതിഭയങ്കരമായ ഒരു ഊർജമാണ്. ഈ ഊർജത്തെയാണ് ബുദ്ധൻ കണ്ടത്. അദ്ദേഹം അതിനെ ദൈവീകത എന്ന് വിളിക്കുന്നു. ഓഷോയും ബുദ്ധനും പറയുന്നത് ഇതാണ്, there is no god but godliness. ദൈവമില്ല, പക്ഷേ ദൈവീകതയുണ്ട്. അപ്പൊ ദൈവം എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഊർജമാണ്. ഈ ഊർജമാണ് നമുക്ക് മനുഷ്യരൂപം തന്നിരിക്കുന്നത്. ഈ രൂപം തന്നെയാണ് സിംഹത്തിന് ആ രൂപം, എലിക്ക് ആ രൂപം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ആ ഊർജമാണ് മനുഷ്യരൂപം തന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ ഊർജത്തിന് മനുഷ്യരൂപം നിഷ്പ്രയാസം സ്വീകരിക്കാൻ കഴിയും. ഭൂമിയിൽ ദുഷ്ടന്മാര് പെരുകുമ്പോൾ ആ രൂപം എന്ത് ചെയ്യും? ഒരു മനുഷ്യരൂപം സ്വീകരിച്ചു വരും. അതിന് കൃഷ്ണൻ എന്ന് പേരിടുന്നു. അദ്ദേഹം വന്ന് ദുഷ്ടന്മാരെ ഇല്ലാതാക്കി. പിന്നെ നൂറ്റാണ്ടുകൾ കഴിയുമ്പോൾ വീണ്ടും ദുഷ്ടന്മാര് വരും. അപ്പൊ ആ രൂപം എന്ത് ചെയ്യും? ആ ഊർജം വീണ്ടും ഒരു മനുഷ്യരൂപം സ്വീകരിച്ചു വരും. അപ്പൊ അതിനെ ആൾക്കാർ യേശു എന്ന് വിളിക്കും. എന്നിട്ട് ധർമ്മം സ്ഥാപിച്ച് അദ്ദേഹം തിരിച്ചു പോകും. കുറെ കഴിഞ്ഞ്, നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് വീണ്ടും ദുഷ്ടന്മാര് വരും. അപ്പൊ ആ രൂപം വീണ്ടും വരും. ആ രൂപം ഏതാണ്? അതാണ് പിന്നെ ആൾക്കാർ നബിയെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ദൈവമെന്നോ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഊർജം തന്നെയാണ് ഏതെന്ന് പറയുന്നത് എല്ലാ മതക്കാരുടെയും ദൈവങ്ങളായിട്ട് വരുന്നതെന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് യേശുവും ക്രിസ്തുവും അല്ലാഹുവും സകല ദൈവങ്ങളും ഏത് തന്നെയാണ്? ഒന്ന് തന്നെയാണ്. മമ്മൂട്ടി ഒരു സിനിമയിൽ ട്രിപ്പിൾ റോൾ അഭിനയിക്കുന്നത് പോലെയാണ്. അതെല്ലാം മമ്മൂട്ടിയാണ്. മൂഢന്മാരാകട്ടെ അതിനെ മൂന്നിനെയും മൂന്നായി കാണുകയാണ് ചെയ്യുന്നത്. അപ്പം ഓർമ്മിക്കുക, പ്രപഞ്ചത്തിലെ അപാരമായ ഒരു ഊർജമുണ്ടല്ലോ, അതിനെയാണ് ഹിന്ദുക്കൾ ആദി പരാശക്തി എന്ന് വിളിക്കുന്നത്. ആദിയിലെ അപാരമായ ശക്തി. ആ ശക്തിക്ക് ഹിന്ദുക്കൾ കൊടുത്ത പേരാണ് ആരെന്ന് പറയുന്നത്? രാധ. അതിന് ക്രിസ്ത്യൻസ് കൊടുത്ത പേരാണ് യഹോവ. മുസ്ലിങ്ങൾ കൊടുത്ത പേരാണ് അല്ലാഹു. അതുകൊണ്ട് സകലത് ഒന്ന് തന്നെയാണ്. ഗുഡ് മോർണിംഗ്. രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ.